ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് എല്ലാ ആളുകളും ഒരുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരുപോലെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. എനിക്കും ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ലവ് ഫീൽ ചെയ്യണം, കെയർ ഫീൽ ചെയ്യണം, റെസ്പെക്റ്റ് ഫീൽ ചെയ്യണം എന്നൊക്കെ. എങ്ങനെയാണ് നമുക്ക് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണ് റിസീവ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മളത് ചോദിച്ച് വാങ്ങാതെ തന്നെ നമുക്കതെങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലപ്പോഴും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓവർ പ്രഷർ ചെയ്യാതെ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ച് വാങ്ങേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കില്ല ഈ ലവ് എന്ന് പറയുന്ന ഒരു കാര്യം, എസ്പെഷ്യലി നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത്. സോ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലവ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഓവർ പ്രഷർ ചെയ്യാതെ തന്നെ നമുക്ക് അത് എങ്ങനെയാണ് എൻജോയ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായി, ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ലവ് എന്ന് പറയുന്ന ഒരു കാര്യം റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, അത് അവനായിക്കൊള്ളട്ടെ അവളായിക്കൊള്ളട്ടെ, അവരെ അൺകംഫർട്ടബിൾ ആകുന്ന രീതിയിൽ പെരുമാറാതിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ പല കാര്യങ്ങളും ഉൾപ്പെടും. നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. അവർക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അൺകംഫർട്ടബിൾ ആകും. അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വീക്ക് പോയിന്റുകൾ അല്ലെങ്കിൽ അവർ കുറച്ച് വീക്കാണെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഇമോഷണലി വീക്ക് ആയിരിക്കാം, ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളായിരിക്കാം. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് എസ്പെഷ്യലി മറ്റുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് അവരെ കുറ്റം പറയുക അല്ലെങ്കിൽ അവരെ ഇമോഷണലി ഡൗൺ ആക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു, അവരെ കളിയാക്കുന്നു. ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൺകംഫർട്ടബിൾ ആകുന്ന അല്ലെങ്കിൽ അവർക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ഇത്തരത്തിൽ നിരന്തരം അൺകംഫർട്ടബിൾ ആക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ലവ് ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം നമ്മുടെ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് അവിടെ മാറ്റേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് സ്വയം ചേഞ്ച് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ലവ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ലൈഫ് പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അൺകംഫർട്ടബിൾ ആകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അതിനെക്കുറിച്ച് ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അന്ന് അത് ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് അത് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ സഫർ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകൾക്കും ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും പെർഫെക്റ്റ് അല്ല, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെ നീറ്റാണ് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ആളുകളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എസ്പെഷ്യലി മിസ്റ്റേക്ക് എപ്പോഴാണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും എടുത്തിട്ട് നമ്മൾ സ്വയം നമ്മളോടുള്ള ഒരു മതിപ്പ് കളഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ നിങ്ങളോട് ഫോർഗീവ് ചെയ്യാം. അങ്ങനെയുള്ള മിസ്റ്റേക്ക് വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ലവ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ട് പറയാതിരിക്കുക. മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്തുക. ഇനി അഥവാ നിങ്ങൾക്കത് ഇനി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത ഒരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ ഇനി ലൈഫിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധ കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ട കാര്യം. ഇത് നേരെ തിരിച്ച് നിങ്ങൾ റിഗ്രറ്റ് ആണ്, എനിക്ക് റിഗ്രറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ കുറിച്ച് എനിക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ഒരുപാട് തവണ
നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ മേൽ നിങ്ങൾ തന്നെ കൊടുക്കുന്ന ഒരു ഇമേജായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. മൂന്നാമതായി, നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ലവ് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ചെറിയ ചെറിയ തെറ്റുകൾ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാണുന്ന സമയത്ത് അവരെ നിരന്തരമായി കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഒരു പക്ഷേ അവരത് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്കത് ചെയ്യാൻ അവർ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി അത് മാക്സിമം ചേഞ്ച് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇനി ചെയ്യില്ല അല്ലെങ്കിൽ അത് റിലേഷൻഷിപ്പിനെ മോശമായി ബാധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അതിനൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാം. നേരെ മറിച്ച് എല്ലാ കാര്യത്തിനും ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ലവ് ഫീൽ ചെയ്യാൻ സാധിക്കില്ല. മറിച്ച് എപ്പോഴും അവർക്കൊരു മടുപ്പായിരിക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാണുന്ന സമയത്ത് അത് വലിയൊരു പ്രശ്നമാണ് എന്ന രീതിയിൽ എല്ലായ്പ്പോഴും, ഇത് റെഗുലറായി ചെയ്യുമ്പോഴാണ് എപ്പോഴും പ്രശ്നമായി വരുന്നത്. വല്ലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്ന സമയത്ത് അത്രത്തോളം പ്രശ്നങ്ങൾ വരില്ല. സ്വാഭാവികമായിട്ടും അത് ഒരു ഹെൽത്തി വേയിലായിരിക്കും എടുക്കുക. നേരെ മറിച്ച് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ നെഗറ്റീവ് സൈഡ് മാത്രം കാണുകയും അത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ലവ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾക്കായിക്കൊള്ളട്ടെ, നിങ്ങളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ വലിയൊരു ഗോൾ ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയിരിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു മികച്ചായിട്ടുള്ള ഒരു കരിയർ കണ്ടെത്തണം, അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളതൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സ്വഭാവം ആ റിലേഷൻഷിപ്പിനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ആ സ്വഭാവം ഒന്ന് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ആയിരിക്കും. ഇതിലേത് കാര്യമാണെങ്കിലും ഇത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത്, അതായത് അവർക്ക് ഇനഫ് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സഫീഷ്യന്റ് ആയിട്ടുള്ള ടൈം പ്രൊവൈഡ് ചെയ്യാതെ ഇന്ന് തന്നെ മാറണം, ഇന്ന് തന്നെ നേടണം, ഇങ്ങനെ പറയുന്ന സമയത്ത് പലപ്പോഴും അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം അവിടെ റിയാലിറ്റിയിൽ നമുക്കത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു ടൈം എടുക്കും. ഇനഫ് ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ ആ ഒരു ഇനഫ് ടൈം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് കാണിക്കാതെ എല്ലാ കാര്യത്തിലും ഒരു ഹറിബറി, അതായത് ഒരു ധൃതി ഉണ്ടായിരിക്കും. ഇന്ന് തന്നെ എനിക്ക് അത് ചെയ്ത് കിട്ടണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്കത് നേടിത്തരണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ജോബ് നേടണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് എടുത്താൽ പൊങ്ങാത്ത ഒരു കാര്യമായിട്ടാണ് എല്ലാ ആളുകൾക്കും, ഒട്ടുമിക്ക ആളുകൾക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുക. അതുകൊണ്ട് തന്നെ ഇനഫ് ടൈം അല്ലെങ്കിൽ ഒരു സഫീഷ്യന്റ് ടൈം പ്രൊവൈഡ് ചെയ്യാതെ, അലൗ ചെയ്യാതെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് വേണം, ഒരു ധൃതി കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ആ ഒരു കാര്യം നിങ്ങൾ നിരന്തരമായി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ലവ് റിസീവ് ചെയ്യാനോ അല്ലെങ്കിൽ ലവ് ഫീൽ ചെയ്യാനോ സാധിക്കില്ല. കാരണം ഏതൊരു വ്യക്തിക്കും ഏതൊരു പ്രവൃത്തി ചെയ്ത് തീർക്കാനും അതിൻ്റെതായ ഒരു ടൈം അത്യാവശ്യമാണ്. അതിന് ലൈഫിലെ ഏത് കാര്യമാണെങ്കിലും ആ ഒരു സഫീഷ്യന്റ് ടൈം പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് കാണിക്കുക എന്നുള്ളതാണ്. പേഷ്യൻസ് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ലവ് റിസീവ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ, ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ നമുക്കുള്ളൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. എല്ലാ ആളുകൾക്കും ഉള്ളൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും. ആ ഒരു സ്പേസ് നമുക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്കൊരു ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുക. എന്നാൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേഴ്സണൽ സ്പേസ് ഫീൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ഒരു റൈറ്റ് ആയിട്ട് പോലും നമുക്കത് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പലപ്പോഴും ഇത് റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കും. സോ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ച് കയറുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് ലവ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ ഓരോ ആളുകൾക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും. ഈ പേഴ്സണൽ സ്പേസ് തന്നെ ഇത് ആളുകൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. സോ ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക്, ഒരു പക്ഷെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, എന്നിരുന്നാലും അവർ ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ ആ ഒരു പേഴ്സണൽ സ്പേസ് അവരുടേത് തന്നെയാണ്. അപ്പൊ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയോ പറയുകയോ
ചെയ്യാതിരിക്കുക. ഫൈനലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ലവ് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളുടെ വാക്കുകളും. നിങ്ങൾക്ക് എങ്ങനെയാണോ റെസ്പെക്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങൾ എങ്ങനെയാണോ റെസ്പെക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിലുള്ള റെസ്പെക്ട് തന്നെ ആയിരിക്കണം നിങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെയുള്ള വാക്കുകൾ കൊണ്ടാണോ അവർ നിങ്ങളെ വിളിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ പ്രതിനിധീകരിക്കേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വാക്കുകൾ തന്നെ ആയിരിക്കണം നിങ്ങളും ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മൾ വളരെ ടോക്സിക് ആയി പെരുമാറുന്നു, ഓവർ പൊസസീവ് ആകുന്നു, എന്നിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, എന്നോട് ഇങ്ങനെ ആവണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമുക്ക് തിരിച്ചും അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. എപ്പോഴും ഒരു വൺ വേ ആയിരിക്കരുത് ഒരു റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സ്വയം ഒരു ഫീൽ ഉണ്ടായിരിക്കും, നമ്മൾ അതിന് ഡിസേർവ് ആണ്. കാരണം എൻ്റെ പ്രവൃത്തി വളരെ പെർഫെക്റ്റ് ആണ്, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് ലവ് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്